ചിലർക്ക് ബോഡി ഫാറ്റ് ഒന്നും ഉണ്ടാവില്ല. ഉം. പക്ഷെ ജിമ്മിലൊക്കെ പോയി ഡയറ്റ് ഒക്കെ എടുക്കുന്നുണ്ടാവും. എന്നാലും അവരുടെ ഫേസ് ഫാറ്റ് കുറേ ഉണ്ടാവില്ല. അങ്ങനെ ഫേസ് ഫാറ്റ് കൂടുതലുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? ഈ ഫേസ് ഫാറ്റിന് നമുക്കിപ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്ന് നോൺ സർജിക്കൽ തന്നെ നമുക്ക് ചെയ്യാം. ഉം. അത് ഒന്ന് ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഉം. അത് നമുക്കിപ്പോൾ ചിലർക്ക് ഈ ഭാഗത്തൊക്കെ പൊതുവെ കുറച്ച് ചബ്ബി ഉണ്ടാവും. ഉം. ഹൈഫു എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ ഉം. കൂൾ വേവ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഉം. അപ്പോൾ ഇത് രണ്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഉം. കൂൾ വേവ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഉം. ഫാറ്റിന് സ്പെസിഫിക് ആണ്. അപ്പോൾ ഫാറ്റും കുറക്കാം, സ്കിൻ ടൈറ്റനിങ് ചെയ്യാം. ഉം. കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക പെയിൻലെസ് ആണ്. ഉം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിനി സ്കിൻ ടൈറ്റനിങ് മാത്രം ചെയ്യണം അങ്ങനെ ചെയ്യാം. അതുപോലെ ഫാറ്റ് മാത്രം കുറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉം. അതുപോലെ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആണ്. പിന്നെ ഹൈഫു എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് പോയിന്റ് ബൈ പോയിന്റ് ആണ്. ഈ കൂൾ വേവ് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ മൊത്തത്തിലില്ലേ ആ ഫാറ്റ് ലെയറിൽ പോയിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകും. ഓക്കെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഏജ് കൂടുമ്പോൾ ചില ഏരിയാസിൽ ഫാറ്റ് കൂടും. ചിലപ്പോൾ ഈ ഒരു ഫോൾഡ് ആയിരിക്കും. ചിലർക്ക് എന്താ വെച്ചാൽ ഫാറ്റ് കൂടി ഉണ്ടാവില്ല, ഫാറ്റ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. നോർമലി ഇപ്പോൾ ഇങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള ഫേസ് കുറച്ച് ഇങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ ഈ ഫോൾഡ് കൂടും. അപ്പോൾ ചിലപ്പോൾ ഫാറ്റ് ആസിഡ് കൂടിയിട്ടുണ്ടാവില്ല, ഫോർ എക്സാമ്പിൾ ഞാൻ അല്ലേ? അതെ, ഫാറ്റ് കുറച്ച് മൈഗ്രേറ്റ് ആയി. അപ്പം അത് നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് വെച്ച് ഇത് ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫാറ്റിൻ്റെ ഫോൾഡ് ഇല്ല അത് കറക്റ്റ് ചെയ്യാം. അതേപോലെ ഫില്ലേഴ്സ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റീപൊസിഷൻ ചെയ്യാം ഫാറ്റിനെ. അപ്പോൾ ബേസിക്കലി അവർക്ക് ഫാറ്റ് കൂടുതലുണ്ടോ അതോ ഫാറ്റ് മൈഗ്രേറ്റ് ചെയ്തതാണോ നോക്കിയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഓക്കെ. ഇതിപ്പോൾ എല്ലാവരുടെയും 2026 എല്ലാ പിള്ളേരുടെയും പെൺപിള്ളേരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിരിക്കും അണ്ടർ ആം ഡാർക്ക് സർക്കിൾസ്. എല്ലാവരുടെയും വിചാരം അത് നമ്മൾ ഉറക്കുളച്ച് ഇരിക്കുന്നത് കൊണ്ടും മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അത് വരിക. അത് അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ശരിക്കും അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ആണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും വിചാരിക്കും ഒരു ഡാർക്ക് സർക്കിൾ ഒരു അണ്ടർ ഐ ക്രീം തേച്ചാൽ പോകും. പക്ഷെ അണ്ടർ ഐ ക്രീം തേച്ച് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. കാരണം അത് ഒന്ന് ഈ പിഗ്മെന്റേഷൻ കുറച്ച് സ്റ്റബേൺ പിഗ്മെന്റേഷൻ, അത് കുറച്ച് ഡീപ്പ് ലെയറിലാണ് ഉണ്ടാവുക. പിന്നെ ചിലർക്ക് ഡെഫിഷ്യൻസീസ്, ഇപ്പം പെൺകുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ ഓക്സിജൻ ഉള്ള ബ്ലഡ് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു ബ്ലൂയിഷ് കളറിൽ ചിലപ്പോൾ വരാം. പിന്നെ പലർക്കും ഈ സ്ട്രക്ചറൽ ചേഞ്ച് ഇല്ല, ഇവിടെ ഈ കുഴി കണ്ണിന്റെ നമ്മളെ ഈ ഇതില്ലേ ഈ ബോൺ റിസോപ്ഷൻ എന്ന് പറയും, അത് പ്രത്യേകിച്ച് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് അത് കൂടി വരും. അപ്പോൾ കണ്ണിങ്ങനെ ഒരു കുഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഡാർക്ക് സർക്കിൾ കൂടുതലായിട്ട് വരാം. പിന്നെ ചിലർക്ക് ഓവർ വെയിറ്റ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ തൊലിൻ്റെ കട്ടി കൂടും. അങ്ങനെ പല റീസൺ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. പക്ഷേ ഈ രാത്രി ഉറക്കം കളിച്ചിരിക്കുമ്പോൾ നമുക്ക് ചില ഹോർമോൺസ് കോർട്ടിസോൾ, ഇൻസുലിൻ അതൊക്കെ കൂടുമ്പോൾ കുറച്ചും കൂടെ അത് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രെസ്സ് വരുമ്പോൾ ചിലർക്ക് അപ്പം പെട്ടെന്ന് ചിലപ്പോൾ ഡാർക്ക് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കുറയും. അതൊരു ട്രിഗറിങ് ഫാക്ടറാണ്. പിന്നെ ജനറലി നമ്മൾ ഏജിങ് ട്രിഗർ ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പൊ പലർക്കും ഏജിങ് തുടങ്ങണം ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. കണ്ണാദ്യം കുഴിയും, പിന്നെ ഇത് ഇങ്ങോട്ട് സാഗ് ചെയ്യും. ഇപ്പൊ നമ്മളെ പാരന്റ്സിന്റെ ഫേസ് നോക്കിയാൽ മതി, അവരെ കണ്ണെങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ അത് കുറച്ച് കുഴിഞ്ഞിങ്ങനെ അതേ പാറ്റേൺ ആയിരിക്കും ജനറലി നമുക്ക് വരാം. അപ്പം അത് ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം അത് നമുക്ക് ഫില്ലേഴ്സോ PRF ഒക്കെ വെച്ച് ഈ കുഴി അപ്പം തന്നെ അങ്ങ് പോകും. അപ്പോൾ ശരിക്കും ഡാർക്ക് സർക്കിളിന് ആ ടയേർഡ് ലുക്ക് ഇല്ല. ഇതിന്റെ മെയിൻ പ്രശ്നം ടയേർഡ് ലുക്കാണ്. എത്ര ഉറങ്ങിയാലും ചോദിക്കുന്നത് ഉറങ്ങിയില്ലേ, എന്ത് പറ്റി, ക്ഷീണമാണോ, ഉറങ്ങിയില്ലേ. അത് കേട്ടിട്ടാണ് പലരും, അവർക്ക് വേണമെന്നില്ല പക്ഷെ ബാക്കിയുള്ളവരെ ചോദ്യം കേട്ടിട്ടാണ്. പക്ഷെ അത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഡിഫറൻസ് ഇല്ല, അപ്പം തന്നെ ആ ടയേർഡ് ലുക്ക് മാറും. ഓക്കെ. ഇതുപോലെ തന്നെ എല്ലാവരുടെയും ചില പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം ചിലപ്പോൾ ആൾക്കാർക്ക് ഇവിടെ മുഖത്ത് വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു വലിയ മറുക് ഉണ്ടാവുക, അല്ലെങ്കിൽ മുഖത്ത് വലിയ സ്കാർസ് ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്തായിരിക്കും? ഇത് മറുകുകൾ നമ്മൾ ഏത് തരം മറുകാന്ന് നോക്കണം. ഇപ്പം ചെറിയ മറുകാണ് ഈ കാക്കപ്പുള്ളി എന്നൊക്കെ പറഞ്ഞു, അത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ സർജിക്കലി എടുത്ത് കളയാം, ലേസേഴ്സ് വെച്ചിട്ട് കളയാം. അതേസമയം ചില വലിയ മറുകുകളുണ്ടാവും, അത് നമുക്ക് ക്യൂസ് വെച്ചിട്ട് എൻഡിയാഗ് അങ്ങനത്തെ ലേസേഴ്സ് വെച്ചിട്ട് ചില ഡീപ്പായിട്ടുള്ള മറുകുകളുണ്ടാവും. അപ്പോൾ ഏത് തരം മറുകാണ് എന്ന് നോക്കി, അത് ചിലപ്പോൾ ഇനിയിപ്പോൾ വളരുന്ന മറുകുകളാണ്, ചില മറുകുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും റിസ്ക് ഉള്ള അങ്ങനത്തെ മറുക നമ്മൾ നേരെ എടുത്ത് കളയണം. അല്ലാണ്ടുള്ള മറുകുകളാണെങ്കിൽ നമുക്ക് ലേസർ വെച്ചിട്ടൊക്കെ നോൺ സർജിക്കലി തന്നെ നമുക്ക് കളയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില കൺസേൺസ് ഉണ്ടാവില്ല, അവരുടെ മൂക്ക് ഭയങ്കര ഷേപ്പ് ഔട്ടായിട്ടാണ് ഇരിക്കുന്നത്, പതിഞ്ഞ മൂക്കാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ റെക്കമെൻഡ് ചെയ്യുക?
നോസ് ഇപ്പോൾ ഭയങ്കര ഡിഫക്റ്റ് ഉള്ളവരാണെങ്കിൽ നോർമലി സർജറിയാണ്, റൈനോപ്ലാസ്റ്റി ചെയ്യും. പക്ഷെ നമുക്ക് നോൺ സർജിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ ത്രെഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നോസ് ഷേപ്പ് ചെയ്യാൻ പറ്റും. പലരെ നോസ് ഇങ്ങനെ പതിഞ്ഞ മൂക്കായിരിക്കും. അപ്പോൾ അത് ത്രെഡ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നോസിന്റെ ബ്രിഡ്ജ് ഇല്ലേ, അത് നമുക്ക് കുറച്ചും കൂടെ ആ ബ്രിഡ്ജ് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതേപോലെ ആൾക്കാർ ചെയ്യുന്നതാണ് ഫില്ലേഴ്സ് യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ നോസിൽ നമുക്ക് ത്രെഡ്സ് ആണ്, അത് ലോങ് ടേം നിൽക്കുകയും ചെയ്യും. അത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ലോങ് ടേമിൽ ആ ഒരു റിസൾട്ട് മെയിൻ. പിന്നെ സർജറി ഒന്നും ഇല്ല, ജസ്റ്റ് വന്ന് ചെയ്തു പോകേണ്ട ആവശ്യമുള്ളൂ. ഓ ഓക്കെ. ഇതിപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിലെ AI ഒരു കടന്ന് കയറ്റത്തോടുകൂടിയിട്ട് ഇവിടെ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്കിൻ കെയറിലേക്കും ഈ പറഞ്ഞ പോലെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് ഇവിടെ എന്തൊക്കെ സാധ്യതകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്? ഇവിടെ എന്തൊക്കെ റെവല്യൂഷൻ സ്കിന്നിലും ഈ പറഞ്ഞ പോലെ ഹെയറിലൊക്കെ വരാൻ പോകുന്നുണ്ട്? ഇത് ബേസിക്കലി ഇപ്പോൾ ബേസ് നമുക്ക് ഇവാലുവേഷൻസ് ഉണ്ടല്ലോ. മുന്നേ നമ്മളൊരു ഡോക്ടർ മുഖത്ത് നോക്കുന്നു, ജസ്റ്റ് കണ്ട് എഴുതാൻ. ഇപ്പം അതല്ല, നമുക്ക് ഒരാളുടെ 3D ഇവാലുവേഷൻസ് ചെയ്യാം. ഇപ്പോൾ ഫേസ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഫോട്ടോഗ്രാഫ്സ് എടുക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് 3D ഇവാലുവേഷൻ, അവരെ ഫേസിൻ്റെ മൊത്തം ഷേപ്പ് മാത്രമല്ല, അവർ പോസ്, നമുക്ക് വിസിബിൾ അല്ലാത്ത പോസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെന്റേഷൻ, അതുപോലെ സ്കിന്ന് സെൻസിറ്റീവ് ആണ്, റെഡ്നെസ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റും. നേരെ നോക്കുമ്പോൾ നമ്മൾ കാണാത്ത കാര്യങ്ങളായിരിക്കും. അത് നമുക്ക് AI വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് അത് അതിന്റെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് അറിയാം. ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ലിഫ്റ്റിംഗ് ചെയ്തു, ത്രെഡ് ചെയ്തു, എത്ര സെന്റിമീറ്റർ ലിഫ്റ്റ് ചെയ്തു എന്ന് വരെ നമുക്ക് ഇത് വെച്ച് അറിയാൻ പറ്റും. അതുപോലെ ഫില്ലേഴ്സ് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ ആ ഫില്ലർ നമുക്ക് അവിടെ ഉണ്ടോ അതുവരെ നമുക്ക് ഇമേജിങ്ങിൽ അറിയാം. അതേപോലെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോഡി ട്രീറ്റ്മെന്റ് സമയത്ത് കറക്റ്റ് ആ മെഷർമെന്റ്സ് നമുക്ക് ചെയ്യാം. പിന്നെ സിമുലേഷൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ, അതായത് നമുക്ക് ഇത് ചെയ്താൽ എങ്ങനെ വരും, അതൊക്കെ ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് ഫില്ലർ ഇപ്പം ഇത്ര ഇട്ടാൽ മുഖം അങ്ങനെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അതേപോലെ ഹെയറിനും ഉണ്ട്. ഹെയർ സ്കാൻ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഹെയറിൻ്റെ ഒരു ഇപ്പോഴത്തെ ഡെൻസിറ്റി എങ്ങനെയാണ്, എത്രത്തോളം ഫോളിക്കിൾസിൽ ഹെയർ ഉണ്ട്, ഹെയറിൻ്റെ തിക്നെസ് എങ്ങനെയാണ്, സ്കാൽപ്പിൻ്റെ ഒരു ഹെൽത്ത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് അസസ് ചെയ്യാം. നമുക്ക് ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരാളെ ചിലപ്പോൾ തല കാണുമ്പോൾ ഒരു പ്രശ്നവും തോന്നൂല. അത് നമുക്ക് ട്രൈക്കോസ്കോപ്പി അല്ലെങ്കിൽ ഹെയർ സ്കാൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇവിടെ ഇത്രയും സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ട്, ഇത്ര സ്ഥലത്ത് മുടിയില്ല, അപ്പൊ അവിടെ റീഗ്രോ ചെയ്യുന്ന ഹെയർ ഉണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ AI ബേസ്ഡ് ട്രീറ്റ്മെന്റ്, AI ബേസ്ഡ് ഇവാലുവേഷനാണ് ഹെൽപ്പ് ചെയ്യുക. അതേപോലെ ബോഡിക്കും ഉണ്ട് ബോഡി കോമ്പോസിഷൻ അനാലിസിസ് എന്ന് പറയും. അത് നമുക്ക് ബോഡി ഏജ് വരെ മെഷർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളെ ഏജും നമ്മളെ സെൽസിന്റെ ഏജ് എങ്ങനെയാണ്, ഒപ്റ്റിമൽ ആണോ അത് കുറവാണോ എന്നറിയാം. അതുപോലെ കണ്ടാൽ നോർമൽ ആയിരിക്കും, പക്ഷെ മെറ്റബോളിക്കലി ഹെൽത്തി ആണോ, അവർക്ക് ഫാറ്റ് ഡിപ്പോസിറ്റ്സ് എവിടെയും കൂടുതലുണ്ടോ, ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് ഒക്കെ വരാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ചിലർക്ക് മസിൽ ലോസ് ആയിരിക്കും, അത് ചിലർ സ്ട്രെസ് കൂടുതലുണ്ടോ എന്ന് നമുക്കിത് നോക്കിയാൽ അറിയാം. ചില ഭാഗങ്ങളിൽ ഹെയർ വരും, അല്ല ഫാറ്റ് കൂടും, ഇപ്പോൾ ബെല്ലി ഫാറ്റ് കൂടും. അപ്പോൾ അവർക്ക് ഹൈലി സ്ട്രെസ്ഡ് ആകുന്നവരെ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വാട്ടർ ലെവൽ കുറവുണ്ടോ. അപ്പോൾ പ്രോപ്പർ ഇവാലുവേഷൻസിന് നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് AI. ഓക്കെ. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു 30കൾക്ക് ശേഷം നമ്മൾക്ക് മസിൽ ലോസ് സംഭവിക്കുമെന്നാണല്ലോ യൂഷ്വലി എല്ലാ എക്സ്പേർട്സും പറയുന്നത്. ഈ മസിൽ ലോസ് സംഭവിക്കുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിനെയും നമ്മളുടെ ഫേസിനെയും അത് ഭയങ്കരമായിട്ട് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുമോ? അതെ അതെ, അത് തീർച്ചയായും. കാരണം മസിലാണ് നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പ്രോപ്പർ മസിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഈ മസിൽ ലോസ് ഉള്ളവർക്ക് ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ്, സ്കിൻ ഓവറോൾ അവർ ഏജിങ് പ്രോസസ്സ് ചിലപ്പോൾ കുറച്ചുകൂടെ സ്പീഡാവും. പക്ഷെ ഇപ്പോൾ വളരെ ഞാനിപ്പോൾ കണ്ട ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ 30s പറയല്, ഇപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യങ് ആയവരില്ലേ, സ്കൂളിൽ പഠിക്കുന്നവരും 15, 16 ഒരു ടീൻസിലുള്ള അവർക്ക് ഇപ്പം മസിൽ ലോസ് ഭയങ്കര കോമൺ ആണ്. ഇപ്പം അവരെ പാരൻസ്, അതായത് 50 വയസ്സല്ല 40 വയസ്സുള്ള പാരൻസിനേക്കാളും മസിൽ ലോസിലാണ് ഈ കുട്ടികളുള്ളത്. അതിൻ്റെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടാണ് കുറച്ച് കൂടുതൽ. കാരണം അവരെ സ്ട്രെസ് ലെവൽ, അവരെ സ്ലീപ്പ്, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. കാരണം അവർ കൂടുതൽ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ അൺഹെൽത്തി സ്കിന്നായിരിക്കും. അവർക്ക് ഹെയർ ലോസ് ഉണ്ടാവും, പിന്നെ അവർക്ക് ഒന്നിനും ഒരു എനർജി ഇല്ല, ക്ഷീണം, കിടക്കണം, അങ്ങനത്തെ ഒരു ജനറലി ഒരു ലെത്താർജിക് ആയിരിക്കും. പക്ഷെ ഇവരിതൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് മസിൽ ലോസ് ഉണ്ട്. അതിപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ കാണുന്ന ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ അവരുടെ ആക്നിയും ഹെയർ ലോസും ഒക്കെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പണ്ട് ട്രീറ്റ് ചെയ്യണ പോലെ ജസ്റ്റ് ആക്നിക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ടോ, ഇത് തേച്ചുകൊണ്ടോ തലയിൽ സിറം തേച്ചുകൊണ്ടൊന്നും ഇത് വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഇവാലുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേഷൻ ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങളെ ഇഷ്യൂസ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാതെ നമ്മളിപ്പം
ഒരു ആളെടുത്ത് ജസ്റ്റ് അവർക്ക് എന്താ എൻ്റെ ആക്നി പോവാത്തതെന്ന് ചോദിക്കും. പക്ഷെ മെറ്റബോളിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെറ്റബോളിക് ഹെൽത്ത് ഇപ്പോൾ വളരെ പുവറായിട്ട് വരുന്നുണ്ട്. അപ്പം അത് പ്രൈമറിലി അഡ്രസ്സ് ചെയ്താൽ ഇവരെന്താ വെച്ചാൽ ഈ ഇഷ്യൂസൊക്കെ കുറച്ചും കൂടെ അവർക്ക് ലോങ് ടേമിലേക്ക് റിസോൾവ് ചെയ്ത് നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ വിരലെത്തുമ്പോഴത്തെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്? ഇപ്പോൾ നമ്മളൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ വരെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഈ വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻസേ നമ്മളുടെ സ്കിന്നിലേക്കും നമ്മളുടെ ഈ ഏജിങ്ങിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഈ വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര കോമൺ ആണല്ലോ, എല്ലാവരും ഒരു ഷോർട്ട് കട്ട് പോലെയാണ് യൂസ് ചെയ്യണത്. പക്ഷെ അത് ലോങ് ടേമിൽ വരുമ്പം സ്കിന്നിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഫേസ് ഫാറ്റ് ആണ് പോകാൻ കുറച്ചുകൂടെ എളുപ്പം. നമ്മളെ ബെല്ലിയിലെ ഫാറ്റ് ചിലപ്പോൾ റെസിസ്റ്റൻറ്റ് ഫാറ്റ് പോകണമെന്നില്ല ഇഞ്ചക്ഷൻ എടുത്താൽ. പക്ഷെ ഫേസിലെ ഫാറ്റ് ഭയങ്കര റെസ്പോൺസീവ് ആണ്. ഒന്നും വേണ്ട, നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ, പലരും ജിമ്മിൽ പോകുമ്പോൾ ഭയങ്കര ക്ഷീണിച്ചു എന്ത് പറ്റിയെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. കാരണം ആ ഫേസിലെ ഫാറ്റ് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻസ്, കാരണം ഇഞ്ചക്ഷൻസിന് വേറെ പ്രശ്നം പെട്ടെന്ന് വെയിറ്റ് ലോസ് ഇല്ല, റാപ്പിഡ് വെയിറ്റ് ലോസ് ആണ്. ജിമ്മിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. ഇത് റാപ്പിഡ് വെയിറ്റ് ലോസ് വരുമ്പോൾ ആദ്യം എന്താ ഫേസിലാണ് ചേഞ്ചസ് വരിക. അപ്പോൾ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്, ഫാറ്റ് ലോസും വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഏജ്ഡ് ലുക്ക് കൂടുതൽ കോമണാണ് കൂടുതൽ എടുക്കുക. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ടത് പാരലലി. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് അതിന് പാരലലി അവർ സ്കിൻ ടൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യും, സ്കിൻ ബൂസ്റ്റേഴ്സ്, അതുപോലെ ബയോ റീമോഡലേഴ്സ്, ഈ ഫാറ്റ് സെൽസിനൊക്കെ റീജനറേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അത് ഫേസിൽ ചെയ്തിട്ട് അവർ ഈ വെയിറ്റ് ലോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഫേസ് നോർമലായിട്ടിരിക്കും. കാരണം എത്ര നമ്മൾ വെയിറ്റ്, ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് തടി ഉണ്ടാവും, ഹെൽത്തിനേക്കാളും കൂടുതൽ കാണുമ്പോൾ നമ്മളൊരു ഹെൽത്തി ആയിട്ട് കാണാമെന്നുള്ളതാണല്ലോ ഇപ്പോൾ വെയിറ്റ് ലോസ്. അപ്പോൾ ഫേസിൻ്റെ അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ അവരെ മസിൽ ലോസ് വരുന്നുണ്ടോ എന്ന് നോക്കണം പാരലലി. ഇപ്പോൾ പലരും അൺഹെൽത്തി ഡയറ്റ് എടുത്ത് ഈ ഇഞ്ചെക്ഷൻസ് എടുത്താൽ അത് ഒട്ടും എഫക്റ്റീവ് അല്ല, കാരണം അവർക്ക് കൂടുതൽ മസിൽ ലോസും വരും. അപ്പോൾ നല്ല ഹൈ പ്രോട്ടീൻ ഡയറ്റ്, എക്സസൈസ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല, ഫേസിൻ്റെ ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സും കൂടെ ചെയ്താൽ നമുക്ക് ഇഷ്യൂസ് ഇല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏജിങ് ചേഞ്ചസ് ഫേസിൽ കൂടുതലായിട്ട് വരും. ഫേസ് മാത്രമല്ല, ബോഡിയിലെ സ്കിന്ന് തൂങ്ങുന്ന പോലെ വരും. സ്കിൻ സാഗ് ചെയ്യും. ഇപ്പോൾ വയറിലെ സ്കിന്ന്, കയ്യിലെ സ്കിന്നൊക്കെ മൊത്തം ഒരു തൂങ്ങി ഏജ് ആയ പോലെ വരും. അതും നമുക്ക് ബയോ റീമോഡലേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മെഷീൻസ് ഉണ്ട് ഇത് ടൈറ്റൻ ചെയ്യാനുള്ള.